ഗൈസ്, വെൽക്കം ബാക്ക് ടു അന്നാസ് കോർണർ. പിന്നെ ഞങ്ങളൊരു സ്പെഷ്യൽ ബ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മളിതുവരെ ചെയ്തതല്ല, ഒരു വെറൈറ്റി. നിങ്ങൾ ചിലപ്പോൾ കാണാൻ ആഗ്രഹിച്ചതും നമുക്കും അതുപോലെ തന്നെ അതേ ത്രില്ലിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇച്ച ഇപ്പം നാട്ടിലേക്ക് കടന്നു പോവാണ്. അപ്പോൾ ഇച്ച എന്തിനാണ് നാട്ടിൽ പോകുന്നത്, എന്താണ് അത്ര സ്പെഷ്യൽ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ മസ്റ്റ് വാച്ചാണ്. കുറച്ച് നാളായില്ലേ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെയുള്ള കാരണങ്ങൾ പിന്നീട് പറയാം. ഇപ്പം ഞങ്ങളുള്ളത് മൈസൂർ ബസ് സ്റ്റാൻഡിലാണ്. ഇച്ച ഇവിടുന്ന് ബസ് കയറ്റി മലപ്പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്തിനാണ് ഇപ്പം ഞാൻ മലപ്പുറത്തേക്ക് പറഞ്ഞു വിടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാനിതാ പുള്ളിയെ ഇവിടെ കൊണ്ടുപോയിട്ട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാനിതാ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. ഗൈസ്, അപ്പോൾ ഞാൻ ബസ്സിൽ കയറി. ബസ് സ്റ്റാർട്ടായി. 6:30 ആയപ്പോഴത്തേക്ക് ബസ് എടുത്തു. മൈസൂർ പാലസാണ് കാണുന്നത്. ഏകദേശം ഗുണ്ടൽപേട്ട് എത്തിയപ്പോൾ ബസ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. സാധാരണ എല്ലാ ബസ്സുകളും നിർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞാനും അവിടെ ഇറങ്ങി ഒരു ചിക്കൻ ബിരിയാണി മേടിച്ച് കഴിച്ചു. ബസ്സിൽ തിരികെ കയറി. 7-8 മണിക്കൂറിൻ്റെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം ഈ വഴി ബസ്സിൽ പാസ്സായി പോകുന്നല്ലാതെ ഇതുവരെ ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇപ്പം സമയം രാവിലെ 1:15. സ്റ്റാൻഡിൽ നിന്ന് വെളിയിലിറങ്ങി. ഒരുപാട് രാത്രി ആയതുകൊണ്ട് പിന്നെ അധികം അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. മെയിൻ റോഡെല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ രാത്രിയിൽ ഇതുപോലൊരു റോട്ടിൽ കൂടെ എവിടെ പോകാമെന്ന്. ബസ് ഇറങ്ങിയ സമയത്ത് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് കുറേ റൂം നോക്കിയായിരുന്നു. പക്ഷേ ഒന്നും എനിക്കത് സെറ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നേരെ ഇങ്ങോട്ട് വരാമെന്ന് തോന്നി. അതുകൊണ്ട് ആ ഓട്ടോ വിളിച്ച് രാത്രി തന്നെ ഇങ്ങോട്ട് പോന്നു. അതാകുമ്പം എനിക്കും നല്ലതാണ്. രാവിലെ വരെ നല്ല വൃത്തിക്ക് കിടന്നുറങ്ങാമല്ലോ, അതാണ് മെയിൻ. അപ്പോൾ ഏകദേശം അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. കണ്ടോ, ഇപ്പം ഞാൻ ഒരാളെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫൈനലി നമ്മുടെ സ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ റൂം. ഇത് എവിടെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഗൈസ്, അപ്പം നമ്മൾ ഫൈനലി നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം സമയം എത്രയാണെന്നറിയോ? രാവിലെ 2:15. നമ്മൾ വൈകുന്നേരം 6 മണിക്ക് മൈസൂരിൽ നിന്ന് വിട്ടതാണ്. ഏകദേശം 1 മണിയായപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. നമ്മളിവിടെ ബസ് ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഈ സ്ഥലമായിട്ട് അങ്ങനെ അത്ര വലിയ ഒരു കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അവിടുന്ന് കുറേ റൂമൊക്കെ നോക്കി. അപ്പം അവിടെ റൂമെല്ലാം ഏകദേശം റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ അപ്പം ഇപ്പം തന്നെ ഒരുപാട് രാത്രിയായല്ലോ. അപ്പം നമ്മൾ ഇനി അവിടെ റൂം എടുത്ത് അവിടെ കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എണീറ്റ് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും ഇങ്ങോട്ട് വരണം. അപ്പോൾ അത് പിന്നെയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു, നേരെ ഒരു ഓട്ടോ വിളിച്ച് ഇവിടെ റിസോർട്ടിൽ വന്നു റൂം ഓൺലൈനായിട്ട് എടുത്ത് ബുക്ക് ചെയ്തു. ഇപ്പം ഇവിടെ റിസോർട്ടിലുണ്ട്. ഏതായാലും വന്ന സ്ഥിതിക്ക് നമ്മുടെ റൂമും സൗകര്യങ്ങളൊക്കെ നോക്കാം എന്താ അവസ്ഥ എന്ന്. ഓക്കെ, എൻ്റെ പേഴ്സ്, എൻ്റെ കണ്ണാടി, പിന്നെ ഇതാ ഇവിടെ ഒരു കെറ്റിലുണ്ട് ചായ വെക്കാൻ വേണ്ടി. ഇവിടെ ഒരു ചൂടുവെള്ളമാക്കാൻ വേണ്ടി കെറ്റിലുണ്ട്. പിന്നെന്താ പറയുക, ചായപ്പൊടി, പഞ്ചസാര, ഒരു മിനറൽ ബോട്ടിൽ, സ്പൂണ്, 2 ടീ കപ്പ്, വെള്ളക്കപ്പുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ പേര്, എമറാൾഡ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, പുലാമന്തോൾ, പെരിന്തൽമണ്ണ, മലപ്പുറം. ഉണ്ടോ? ഇത് റൂമിൻ്റെ താരിഫും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അവരുടെ സർവീസ് എന്താ, എക്സിക്യൂട്ടീവ്, ഡീലക്സ്,
റിവർ വ്യൂ ഹട്ട്, എമറാൾഡ് നെസ്റ്റ്, കിങ് സ്യൂട്ട്, അങ്ങനെ കുറേ സാധനമുണ്ട്. നമ്മളിപ്പോൾ എടുത്താക്കുന്നത് ഡീലക്സ് ആട്ടോ. റൂമൊക്കെ സൂപ്പർ കേട്ടോ, എനിക്കിഷ്ടമായി. ഇന്റീരിയർ വർക്കൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കബോർഡ് ഉണ്ട്, പിന്നെ ഒരു മിറർ ഉണ്ടോ, വലിയൊരു മിറർ ഉണ്ടോ, മിറർ. പിന്നെ ഏതാ ഇവിടെ ഇതുണ്ട്, ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു അലമാര പോലെ. ഇതും തുറക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇതാ, ഇവിടെ രണ്ടുപേർക്ക് ഇരുന്ന് സംസാരിക്കാനോ ജോലി ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫ്രിഡ്ജുണ്ട്, ചെറിയൊരു മിനി ഫ്രിഡ്ജുണ്ട്. അപ്പോൾ ഇതിലൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെക്കാം. ഓക്കെ, പിന്നെ ഇതാണ് മെയിൻ മിറർ. പിന്നെ നെക്സ്റ്റ് വേറെ ഒരു റൂം പോലെ ഉണ്ട് നമുക്ക്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഇതാ ഉണ്ടോ, ഒരിതാ വീണ്ടും ഒരു മിററ്, ഒരു കസാരയുണ്ട്, ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും ഡ്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രോ ഉണ്ട്. പിന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു ഡസ്റ്റ്ബിൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ബാത്റൂം വരുന്നത് കേട്ടോ. ഇതാണ് ടോയ്ലറ്റ്. ഹീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ ഉള്ളതൊക്കെ, ഒരു ഷാമ്പു ഉണ്ട്, പിന്നെന്താ സോപ്പ് 2 ഉണ്ട്, പിന്നെ ഡെന്റൽ കിറ്റ് 2 ഉണ്ട്. എല്ലാം 2 വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 പേര് വരുവാണെങ്കിൽ, ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരുന്ന 2 പേരുണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിന്റെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നന്നായിട്ട് ഉറങ്ങി, എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ലോബിയിൽ നിന്ന് അവർ വിളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് വരാൻ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് പല്ലൊക്കെ തേച്ചിട്ട് പതിയെ ഇറങ്ങുക താഴോട്ടോ. ഓക്കെ, രാത്രിയിൽ വന്ന് കയറിയോണ്ടൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ രാവിലെ ഒന്ന് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഒരു പായ്ക്കപ്പലിൻ്റെ ഒരു അടിപൊളി ഒരു രൂപമുണ്ട് കേട്ടോ അവിടെ. നമ്മൾ ആ സ്റ്റെയർ കേസ് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ ഇന്നലെ വന്ന് ഇറങ്ങിയ റിസോർട്ടിൻ്റെ എൻട്രൻസ്. കണ്ടോ, പകൽ വെളിച്ചത്തിൽ കണ്ടോ, രാത്രി ആയതുകൊണ്ട് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രി. നേരെ റിസപ്ഷനിൽ പോയി. അപ്പോൾ ഇത്രയും നേരം ഞാൻ റൂമിൻ്റെ കാര്യം പറഞ്ഞു, റിസോർട്ടിൻ്റെ കാര്യം പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷേ ഞാനിവിടെ എന്തിനാണ് വന്നത് അത് പറഞ്ഞില്ലല്ലോ. എന്തിനായിരിക്കാം? ഇനി ഗസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. ഇന്ന് ഫെബ്രുവരി 10 ശനിയാഴ്ച. ഇനി സസ്പെൻസ് വെക്കുന്നില്ല, ഞാൻ പറയാം ഇവിടെ എന്തിനാണ് വന്നതെന്ന്. അതിനു മുന്നേ എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, നല്ല കിടിലം പേരക്ക ജ്യൂസാണ്, സൂപ്പറാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്, ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്രമാണോ യൂട്യൂബിലുള്ളത്? വേറെയും ഒരുപാട് യൂട്യൂബ് ചാനൽ ഉണ്ടാവുമല്ലോ അല്ലേ ഗൈസ്? ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി താമസിച്ച റിസോർട്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കിടിലൻ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു 4 കെട്ട് പോലത്തൊരു സംഭവം. അപ്പോൾ ഞാൻ ഈ റിസോർട്ടിൻ്റെ പുറത്തുള്ള വ്യൂസെല്ലാം ഒന്ന് കാണിച്ചു തരാം. കാണിച്ച വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അറ്റ്മോസ്ഫിയർ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ആംബിയൻസ് ആണ്.
ഗൈസ്, ഇതാണ് റെസ്റ്റോറൻറ്റ്. രാത്രിയിൽ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക. നമ്മൾ റൂം ബുക്ക് ചെയ്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആദ്യം തന്നെ നല്ല കുറച്ച് കട്ട് ചെയ്ത നല്ല അടിപൊളി ഫ്രൂട്ട്സും പിന്നെ ഒരു നല്ല ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഓംപ്ലേറ്റ്, സോസ്, പിന്നെ പൂരി ആൻഡ് ബാജി, ചായ. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സാറ്റിസ്ഫൈഡ് ആയി ഭക്ഷണം കഴിച്ചിട്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ ഷോക്കേസ് ഉണ്ട്. ആ ഷോക്കേസിൽ വെച്ചിരിക്കുന്ന സാധനം കണ്ടോ, അതൊരു രക്ഷയില്ല കേട്ടോ. നല്ല കിടുക്കാച്ച സാധനങ്ങളാണ്. ശരിക്കും നമ്മളൊരു മ്യൂസിയം കാണാൻ പോയ പോലെ. ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം നല്ല കിടിലനൊരു മ്യൂസിയം കൂടെ. അപ്പോൾ നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. വീണ്ടും റിസോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പം പുറത്ത് ഇനി എന്തൊക്കെ ബാക്കിയുണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ ബിൽഡിങ് അത് ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയാണ്. എന്താന്നൊരു 4 കെട്ട് സ്റ്റൈലാട്ടോ. ഇത് കണ്ടാൽ തന്നെ എന്തൊരു ലുക്കാന്നാ.